കൊല്ലത്തെ ഒരു കേസിൽ കുടുംബാംഗങ്ങളായ 3 പ്രതികളാണുള്ളത്. എന്നാൽ 3 പേരെയും അറസ്റ്റ് ചെയ്ത ചിതറ പോലീസ് മറ്റൊരാളെ കൂടി കസ്റ്റഡിയിലെടുത്തു. ദിവസങ്ങളായി കസ്റ്റഡിയിൽ കഴിയുന്ന ആ ആളാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലെ താരം. ചിതറ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നവർ ആദ്യം നോക്കുക സമീപത്തുള്ള പേരമരത്തിന് ചുവട്ടിലേക്കായിരിക്കും. കാരണം അവിടെ ഒരു അതിഥിയുണ്ട്. പുതുതായി എത്തിയ അതിഥിയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണാൻ പോകുന്ന ഈ ആട്ടിൻകുട്ടി. അതായത് ഈ ചിതറയിലെ തന്നെ കല്ലുവെട്ടാൻകുഴിയിൽ ഒരു അനധികൃതമായി ഗ്യാസ് ഫില്ലിംഗ് കേന്ദ്രം പ്രവർത്തിച്ചിരുന്നു. അവിടെ പരിശോധനയ്ക്കായി എത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ അറസ്റ്റ് ചെയ്തു. ഒരേ കുടുംബത്തിലെ 3 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പിന്നീട് ആ പ്രതികളെ അവിടെ നിന്നും പിടികൂടി വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ആട്ടിൻകുട്ടിയാണിത്. അതായത് നായ ഉൾപ്പെടെയുള്ള മറ്റ് വളർത്തുമൃഗങ്ങളുണ്ടായിരുന്നു. അവരെയൊക്കെ തന്നെ മൃഗ സംരക്ഷണമൊക്കെയായി മറ്റുള്ളവർ കൊണ്ടുപോയിരുന്നു. എന്നാൽ അവശേഷിച്ചത് ഈ ഒരു ആട്ടിൻകുട്ടിയായിരുന്നു. ആ ആട്ടിൻകുട്ടിയെയാണ് പിന്നീട് ഈ ചിതറ സ്റ്റേഷനിലേക്ക് തന്നെ കൊണ്ടുവരാനുള്ള ഒരു തീരുമാനം പോലീസ് ഉദ്യോഗസ്ഥരെടുത്ത്. എന്തായാലും CIയുടെ നേതൃത്വത്തിൽ ഈ ആട്ടിൻകുട്ടിയെ ഇങ്ങോട്ടേക്ക് എത്തിച്ചു. അതിനെ ഇപ്പോൾ പരിപാലിച്ച് വരുന്ന ഉദ്യോഗസ്ഥർ കൂടെ നമ്മളോടൊപ്പം ചേരുകയാണ്. കാരണം ഒരു കുഞ്ഞിനെ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ തന്നെയാണ് ആട്ടിൻകുട്ടിയും അത്രയധികം നമ്മളിവിടെ വന്നപ്പോൾ കണ്ടത്. അത്രയധികം ഒരു ലാളനയോടുകൂടി പരിപാലിക്കുന്നതാണ്. എന്തായാലും കൗതുകകരമായിട്ടുള്ള ഒരു സംഭവം. ആട്ടിൻകുട്ടിയെ ഇവിടെ നമ്മളെ സ്റ്റേഷന് ഫ്രണ്ടിൽ തന്നെ കെട്ടിയിരിക്കുകയാണ്. എങ്ങനെ പോകുന്നു ഈ ദിവസങ്ങളൊക്കെ? വളരെ സന്തോഷപ്രദമായി പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതിനെ കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിതറ കല്ലുവെട്ടാൻകുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് അനധികൃതമായി ഗ്യാസ് റീഫില്ലിംഗ് കേന്ദ്രം പ്രവർത്തിക്കുന്നു എന്ന് നമ്മുടെ ബഹു ISHO സന്തോഷ് സാറിന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളവിടെ ചെന്നത്. ആ പ്രകാരം ചെന്നപ്പോൾ സംഭവം കിട്ടിയ വിവരം ശരിയാണെന്ന് ബോധ്യപ്പെടുകയും അവരെ 3 പേരെയും അറസ്റ്റ് ചെയ്ത് അവരിപ്പോൾ റിമാൻഡിൽ കഴിഞ്ഞു വരികയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു നായയും ഒരു റഷ്യൻ പൂച്ചയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ആടും ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി ഈ നായ്ക്കുട്ടിയെയും പൂച്ചയൊക്കെ അവിടുത്തെ മൃഗ സ്നേഹികളായിട്ടുള്ള ആൾക്കാർ വളർത്താനായിട്ട് കൊണ്ടുപോയി. അപ്പോൾ ഈ ആട്ടിൻകുട്ടിയെ മാത്രം ആരും സംരക്ഷിക്കാനായിട്ട് മുന്നോട്ട് വരികയോ അല്ലെങ്കിൽ അതിനെ കൊണ്ടുപോവുകയോ ആരും ചെയ്തില്ല. അപ്പോൾ സന്തോഷ് സാറിൻ്റെ പെട്ടെന്നുള്ള ഉചിതമായൊരു തീരുമാനമായിരുന്നു ഇതിനെ കൂട്ടി സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വേണ്ട സംരക്ഷണം കൊടുക്കുക എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ എല്ലാ പോലീസുകാരും നാട്ടുകാരും എല്ലാം ചേർന്ന് നല്ല രീതിയിൽ അതിനെ സംരക്ഷിച്ച് പോരുന്നുണ്ട്. അവർ ജാമ്യത്തിലിറങ്ങി വരുന്ന മുറയ്ക്ക് ആട്ടിൻകുട്ടിയെ തിരിച്ച് കൊടുക്കുന്നതാണ്, ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ്. തിരിച്ചു കൊടുക്കേണ്ട സമയം, കാരണം ഇത്രയും ദിവസം ഇങ്ങനെ പരിപാലിച്ച് വരുമ്പോൾ ആ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. അതെ, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സംഭവം വളരെ ബുദ്ധിമുട്ടാണ്. തീർച്ചയായും. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് വീട്ടിൽ നിന്നൊക്കെ ഭക്ഷണം കൊണ്ടുവന്നാണോ ആടിന് കൊടുക്കുന്നത്? ഞങ്ങൾ പോലീസുകാർ എല്ലാവരും കൂടെ ചേർന്നാണ് പൈസയൊക്കെ ഇട്ട് ഇതിന് ആഹാരവും എല്ലാം കൊടുക്കുന്നത്. പിന്നെ അന്ന് ഇവിടെ കൊണ്ടുവന്ന കാലം തൊട്ട് നമ്മൾ തന്നെ നോക്കുന്നത്. ഇനിയിപ്പം ജാമ്യത്തിലിറങ്ങി വരുന്ന സമയത്ത് ആടിനെ തിരിച്ചു കൊടുക്കും, അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കും. അതുവരെ നമ്മൾ നോക്കും. ഇവിടേക്ക് എത്തുന്നവരൊക്കെ ഇത് കണ്ട് അത്ഭുതപ്പെട്ടൊക്കെ ഇങ്ങനെ നോക്കാറുണ്ടോ? ഇവിടെ വരുമ്പോഴേ ഇങ്ങനെ ആട് നിൽക്കുന്ന കണ്ട് ഈ ആൾക്കാരെല്ലാം ഇങ്ങനെ നോക്കും, കൗതുകത്തോടു കൂടി ഇങ്ങനെ നോക്കാറുണ്ട്. എന്തായാലും ഒരു കുഞ്ഞാടാണ്. പേരൊക്കെ ഇട്ടിട്ടുണ്ടോ? പേരിട്ടിട്ടുണ്ട്. അമ്മിണി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. എല്ലാവർക്കും അതൊരു ആ പേരും ഒരു കൗതുകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വരുമ്പോൾ നമുക്ക് തരുമോ എന്ന് ചോദിക്കുന്നുമുണ്ട്. പക്ഷെ നമുക്കിത് തിരിച്ചു കൊടുക്കേണ്ടതുള്ളത് കൊണ്ട് ഞങ്ങളാർക്കും പറ്റത്തില്ല എന്ന് പറഞ്ഞാണ് വിടുന്നത്, നിരുത്സാഹപ്പെടുത്തിയാണ് വിടുന്നത്. അതിൽ നമുക്ക് വിഷമമുണ്ട്, കാരണം എല്ലാവരും ഇഷ്ടപ്പെടുന്നു. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അമ്മിണിയാടിൻ്റെ വിശേഷങ്ങളാണ്. അതും ചിതറ പോലീസ് സ്റ്റേഷനിൽ മുന്നിലുള്ള അമ്മിണിയാട് നമ്മൾ നേരത്തെ കണ്ടതാണ്. എന്തായാലും വലിയ കുസൃതിക്കാരിയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഭക്ഷണവും കൃത്യസമയത്ത് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ തന്നെ വലിയ ഒരു കാര്യം. അതായത് വീട്ടിൽ നിന്നും കൊണ്ടുവരുന്ന ഭക്ഷണം, അതോടൊപ്പം തന്നെ അവരൊക്കെ ഒരുമിച്ച് ചേർന്ന് പൈസ കൊടുത്ത് വാങ്ങിയ ഭക്ഷണമൊക്കെ അങ്ങനെ ആട്ടിൻകുട്ടിക്ക് നൽകി സംരക്ഷിച്ചു പോരുകയാണ്. എന്തായാലും ഈ പ്രതികളായിട്ടുള്ളവർ തിരികെ എത്തുമ്പോൾ അത് നൽകേണ്ടി വരും എന്നുള്ള ഒരു വിഷമത്തിൽ തന്നെയാണ് അവരും. എന്തായാലും അങ്ങനെ കൗതുകകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ചിതറ പോലീസ് സ്റ്റേഷനിലുള്ളത്. മനോജ്, ജനം, കൊല്ലം. പ്രതിയാണ്, പക്ഷേ 4 പേർ പിന്നെ നേരത്തെ അറസ്റ്റിലായിരുന്നു. ഈ ഗ്യാസ് സംഭരണം നടത്തിയിരുന്നത്
സ്വകാര്യമായിട്ടായിരുന്നു അത് പോലീസ് പിടിച്ചിരുന്നത്. വാർത്താ മനോജ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്.